സ്ത്രീധനം. അതെ, സ്ത്രീയാണ് ധനമെന്ന് ഇന്നത്തെ തലമുറയെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിതോ രക്ഷതി കൗമാരെ, ഭർത്തൃ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞ മനുസ്മൃതിയുടെ അധ്യായം കഴിഞ്ഞു. പുരോഗമനവാദവും പറഞ്ഞു നടക്കുന്ന ന്യൂജൻ പിള്ളേർ ഒന്ന് തിരിഞ്ഞു നോക്കുക. എവിടെയാണ് നമ്മൾ പുരോഗമിക്കേണ്ടത്? റെഡ്സിക നിങ്ങൾക്ക് മുന്നിൽ ഇതാ എത്തിയിരിക്കുന്നു പുതിയ സ്കിറ്റുമായി. സ്ത്രീധനം അല്ല ധനം, സ്ത്രീയാണ് ധനം. മോളെ, അവര് വന്നു തോന്നേട്ടോ. ചെറുക്കന്റെ അമ്മയും ബ്രോക്കറും മാത്രമേ വന്നിട്ടുണ്ടോന്ന് തോന്നേ. നീ പോയി അവർക്ക് പെട്ടെന്ന് ചായ എടുത്തിട്ട് വന്നേ. വരൂ ചേച്ചി, ഇരിക്കൂ. ഇതാണ് പെണ്ണിന്റെ അമ്മ. നമസ്കാരം ചേച്ചി, ഞാനാണ് പെണ്ണിന്റെ അമ്മ. സമയം കളയണ്ടെങ്കിൽ നമുക്ക് പെണ്ണിനെ വിളിച്ചാലോ? കുഞ്ഞെ, മോളെ ഒന്ന് വിളിച്ചേ ഇങ്ങോട്ട്. ശരി ചേച്ചി, ഞാൻ അനുവിനെ വിളിക്കാം. മോളെ അനു. ഇതാണ് മോള് അനുപമ, ഞങ്ങളുടെ അനിക്കുട്ടി. പേരെന്താ? അനുപമ. ചെറുക്കൻ്റെ പേര് രജിത്ത് എന്നാണ്. ഞാൻ ഗൾഫിലാണ് ജോലി. ഗൾഫിലൊരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. പിന്നെ വീട്ടിലൊരു 3 കാറുണ്ട്. പിന്നെ ഒരു 5-6 ഏക്കർ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. MSc കഴിഞ്ഞതാണല്ലേ? എവിടെയാ പഠിച്ചതൊക്കെ? സ്കൂളും കോളേജൊക്കെ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. MScക്ക് 2nd ക്ലാസ് ഉണ്ടായിരുന്നു. ജോലിയൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതൊക്കെ ഒരു കമ്പനിയിൽ ജോലിയൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന പെണ്ണിനെ ജോലിക്ക് വിട്ടിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. ചെറുക്കന്റെ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ചെറുക്കനെ. മൂക്കും ഇഷ്ടമായി ചെറുക്കനെ. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്തിയാലോ? ചേച്ചി എന്ത് കൊടുക്കും മോൾക്ക്? ചേച്ചി മോൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവളെ അച്ഛൻ ഞങ്ങളെ വിട്ട് പോണത്. അതിനുശേഷം ഞാൻ വീട് പണിയെടുത്തും അടുക്കള ജോലി ചെയ്തുമാണ് ഈ വീട് ഈ നിലയിൽ ഉണ്ടാക്കിയെടുത്തത്. മോളുടെ അച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല. ഇനി ഈ കാണുന്ന വീടും അതിന് ചുറ്റപ്പെട്ട 5 സെൻറ്റ് വസ്തുവുണ്ട്. അത് വിറ്റാൽ കിട്ടുന്ന എത്രയാണോ അതെൻ്റെ മോൾക്കുള്ളതാണ്. ഈ വീട് വിട്ടിട്ട് എന്ത് കിട്ടാനാ? പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ എന്റെ മമ്മ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവന്റെ ഒറ്റ നിർബന്ധത്തിനാണ് ഞങ്ങൾ ഇതുപോലുള്ളൊരു വീട്ടിൽ നിന്ന് ബന്ധം എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അവന്റെ നിർബന്ധം കൊണ്ട് മാത്രം. അല്ലാതെ ഇതുപോലുള്ള ഒരു സ്ഥലത്തു നിന്നൊന്നും ബന്ധം ഞങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അവന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞങ്ങളത് സമ്മതിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, 40 പവന്റെ സ്വർണവും ഒരു കാറും, അത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെ. ദൈവമേ, 40 പവൻ്റെ സ്വർണവും കാറുമോ? ഞങ്ങളെ കൊണ്ട് അതൊന്നും കൂട്ടാൻ കൂടത്തില്ല ചേച്ചി. ഞങ്ങളെ കൊണ്ടാവുന്നതല്ലേ ഞങ്ങൾക്ക് തരാൻ പറ്റൂ. കല്യാണത്തിന് വേണ്ട, നിങ്ങൾ പറഞ്ഞ സ്വർണമോ കാറോ ഒന്നും തരാൻ ഞങ്ങളുടെ ഇല്ല. അച്ഛൻ മരിച്ചിട്ട് 10-12 വർഷമായി. അതിനുശേഷം എല്ലാ ജോലികളും ചെയ്ത് അമ്മയാണ് നോക്കിയത്. അമ്മ കഷ്ടപ്പെട്ടാണ് ഈ വീട് വെച്ചത്. ഈ വീട് ഞങ്ങൾക്ക് സ്വർഗമാണ്. ഈ സ്വർഗം കിട്ടിയിട്ട് എനിക്കൊരു കല്യാണം വേണ്ട. നിങ്ങളും നിങ്ങളുടെ മകനും എൻ്റെ ജീവിതം വരെയായിട്ടുള്ള 40 പവനും കാറുമാണ്. എനിക്ക് കല്യാണം വേണ്ട. ഇവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ തന്നെ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത്? ചേച്ചി 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 നിൽക്ക്. ചേച്ചി നിൽക്ക്. ചേച്ചി ചേച്ചി എന്ത് പണിയാ ചേച്ചി മോള് കാണിച്ചത്? ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഈ ആലോചന കൊണ്ട് അറിയോ? എന്ത് പണിയാ മോള് കാണിച്ചത്? മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ അവരെടുത്ത് പറയാൻ പോയത്? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. അവർ പറയുന്നത് നമുക്ക് കേട്ടിരുന്നാൽ പോലെ. മോൾ എന്തിനാ ഇതിന് മറുപടിയൊക്കെ പറയാൻ പോകുന്നത്? അവർ പറയുന്നതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടാൻ കൂടില്ല മോളെ. അല്ലെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് മോളുടെ കല്യാണം നടത്തുമായിരുന്നല്ലോ.
മോൾ ഇങ്ങനൊന്നും പറയേണ്ടിയിരുന്നില്ല അവരുടെ അടുത്ത്. അമ്മ വിഷമിക്കാൻ അമ്മേ. അമ്മ ഇനി കഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. പെൺകുട്ടികളുടെ ജീവിതത്തിൽ വരെ കാര്യം ഈ ലോകത്തിലാണ്. അങ്ങനെയാണ് എന്റെ അമ്മയെ സ്നേഹിക്കുന്നത്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ഈ സ്കിറ്റ് നിങ്ങൾക്ക് ഹൃദ്യമാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിൽപ്പന ചരക്കല്ല. അവൾ അമ്മയാണ്. അവളാണ് നമ്മുടെ എല്ലാവരുടെയും ജനനത്തിന്റെ ഉത്ഭവം തന്നെ. അതുകൊണ്ട് അവളെ ഒരിക്കലും കടയിലെ വിൽപ്പന ചരക്കാക്കി മാറ്റാതിരിക്കുക. സ്ത്രീധനം കാലഘട്ടത്തിന്റെ ശാപമാണ്. സ്വന്തം കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവരെ ആണെടുത്ത് വിലപേശി കാണുന്ന കച്ചവടമാണ്. സ്ത്രീയെ ആക്കേണ്ട ഒന്നല്ല സ്ത്രീധനം. ആ പൊന്നും പണത്തെക്കായും മൂല്യമുണ്ട് അവളുടെ ജീവിതത്തിന്. അവളുടെ ദാനമാണ് നമ്മളുടെ ഓരോ ജീവനും, ജീവന്റെ തുടിപ്പും. സ്ത്രീയാണ് ധനം.